ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ചക്കരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുക കേട്ടോ. ഒരു ഡിഷ് എന്നൊന്നും പറയാനില്ല, ഒരു പലഹാരം. അപ്പോൾ എൻ്റെ സൗണ്ട് പനി, ജലദോഷം ഇതൊക്കെ ആയിട്ട് കുറേ ദിവസമായി. അതാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ എൻ്റെ സൗണ്ടിലൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതാ ചക്കരക്കിഴങ്ങൊക്കെ നന്നായി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ കനം കുറച്ച് നമുക്ക് ഒന്ന് വെട്ടിയെടുക്കാം. നമ്മളൊക്കെ ചക്കരക്കിഴങ്ങ് കിട്ടിയാൽ വെറും പുഴുങ്ങിയിട്ട് മാത്രമല്ല കഴിച്ചിരുന്നുള്ളൂ. അപ്പോൾ കഴിക്കാത്ത കുട്ടികളൊക്കെ വീട്ടിലുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം കഴിച്ചോളും. അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ട് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എല്ലാവരും. അപ്പോൾ ഇതാ ചക്കരക്കിഴങ്ങിനെ ഈ പരുവത്തിലാക്കി എടുക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ കനം കുറച്ച് വെട്ടണ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആവിയിലാവുമ്പോൾ വേഗം വെന്ത് ഉള്ളിലൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കനം കുറച്ച് വെട്ടിയെടുത്തിട്ടുള്ളത്. ആ സ്റ്റീമർ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നതൊക്കെ നമുക്ക്. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റോളം വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് നല്ലോണം വേവിച്ചെടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ. അധികം സാധനങ്ങളൊന്നും വേണ്ട, നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പരത്തി വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 ദിവസം ഇത് ഉണ്ടാക്കിയിട്ട് പനി മാറി സൗണ്ടൊക്കെ ഒന്ന് ശരിയായിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് മാറണില്ല, ചുമന്നോ. അപ്പോൾ എന്തായാലും വീഡിയോ കുറേ ദിവസമായില്ല, അപ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അതാ ആവിയൊക്കെ കയറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചൂടോടെ തന്നെ ഉടച്ചെടുക്കണം. അപ്പോൾ അത് നല്ല ചൂടോടെ തന്നെ ഉടക്കുമ്പോഴാണ് വൃത്തിക്ക് നല്ലോണം ഉടഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ ഒന്നുണ്ട് ഹാർഡായി പോവും. അപ്പം നമുക്കതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് വേണം ഉടച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് മാറ്റി കൊടുക്കാം. അതേപോലെ നന്നായിട്ട് കട്ടില്ലാതെ ഉടച്ചെടുക്കണം നമുക്ക്. നന്നായിട്ട് തന്നെ കയ്യിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുണ്ടല്ലോ അതിൽ വെച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് എന്തെങ്കിലും ഉടക്കണ സ്മാഷ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നന്നായി ഉടഞ്ഞ് കിട്ടണം കേട്ടോ, തരിയൊന്നും ഇടാതെ. അപ്പോൾ ഇതാ ഒരുവിധമൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട ചേർത്ത് ഇനി നമുക്ക് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ചക്കരക്കിഴങ്ങ് മധുരമുള്ളതായതുകൊണ്ട് അധികം ഒന്നും ചേർത്ത് കൊടുക്കണം എന്നില്ല. അതൊക്കെ മധുരം നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാകും 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ള. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ മിക്സാക്കി വരണം. നമുക്ക് പഞ്ചസാരയുടെ മധുരമൊക്കെ ഒന്ന് കിട്ടണമെങ്കിൽ പഞ്ചസാരയൊക്കെ ഒന്ന് കലങ്ങി വരണം. ഇനി വിസ്കൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കണം. അപ്പോൾ അതാണ്ട് ഈ പരുവത്തിൽ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 ടീസ്പൂണ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ മൈദ. ബാക്കിയൊക്കെ നമ്മൾ ചക്കരക്കിഴങ്ങിൻ്റെയും പിന്നെ മുട്ടയുടെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് വേണം അത് ശരിയായി വരാൻ. അപ്പോൾ 1 ടീസ്പൂൺ മാത്രം മൈദ മാവ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വേറെ ഒരു ഇതുമില്ല ഇതിൽ. പിന്നെ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണില്ല, ഒരു കെമിക്കലും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ നമുക്കൊരു ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് നെയ്യൊക്കെ പരട്ടി വെച്ചൊരു പാത്രമുണ്ട്, അതിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക,
ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിത് വെക്കാനായിട്ട് കുക്കറിലാണ് വെക്കണത്. നിങ്ങൾക്ക് ഓവണൊക്കെ ഉള്ളവർക്ക് അതിൽ വെക്കാം. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് കല്ലുപ്പ് വെച്ചിട്ട് ഒരു വട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നല്ല ചൂടാവാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ചൂടാക്കിയെടുത്ത കുക്കറാണ്. അതിലേക്കാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കുന്നത്, മാവ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ, ഇപ്പം നന്നായി കുക്കർ ഹീറ്റ് ചെയ്തിട്ടാണ് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ അങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിത് പാകം ചെയ്തെടുക്കാൻ. ഇപ്പോൾ അതാ 3/4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി കഴിച്ചതാണ്. ഒരു പ്രത്യേക രുചിയുള്ളൊരു കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ഓവണിലൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. ഇതിലായി കാരണം ഒരു 3/4 മണിക്കൂർ സമയം വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഇഷ്ടമായാൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.